എൻ്റെ കുഞ്ഞ് നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം വിൽക്കാൻ വേണ്ടി തുടങ്ങി. അതായത് സംസാരം തുടങ്ങുന്ന സമയത്ത് അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല സംസാരിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത്. ഇത് പൊതുവേ 2.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സുള്ള കുട്ടികളുടെ പേരൻസിൽ നിന്നാണ് പൊതുവേ ഇങ്ങനത്തെ ഒരു എൻക്വയറി വരാറ്. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഇതിന് ശരിക്കും വിക്കായിട്ട് മാറുമോ? നമുക്ക് നോക്കാം. യു വാച്ചിങ് SLP Mommy. ദിസ് ഇസ് ഫാത്തിമ സുനൈന. ഐ എം എൻ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട്. വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് അവർ സംസാരം തുടങ്ങുന്ന പ്രായത്തിൽ അല്ലെങ്കിൽ നന്നായി സംസാരിച്ച് മുതിർന്ന ആൾക്കാരെ പോലെ ആയി വരുന്ന പ്രായത്തിൽ കണ്ടുവരുന്ന ഇത്തരം ഡിസ്ഫ്ലുവൻസീസിനെ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കുന്ന ഈ വിക്ക് പോലത്തെ പ്രശ്നത്തിന് നമ്മൾ പൊതുവെ നോർമൽ നോൺ ഫ്ലുവൻസി എന്നാണ് പറയാറ്. അതായത് കുട്ടികളുടെ നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്ന ഡിസ്ഫ്ലുവൻസീസ് ആണത്. അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമേ ഇല്ല. 75% കുട്ടികളിലും ഈ ഒരു പ്രശ്നം 4 വയസ്സ് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ 5 വയസ്സ് അവരുടെ സംസാരമൊക്കെ നല്ല ലെവലിലായി ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നതോടുകൂടി ഈ ഒരു പ്രശ്നം താനെ മാറിപ്പോകാറുണ്ട്. പക്ഷേ 25% കുട്ടികളിൽ ഇത് വിക്കായിട്ട് മാറാറുമുണ്ട്. പക്ഷെ പൊതുവെ ഇതൊരു നോർമൽ നോൺ ഫ്ലുവൻസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഇത് നമുക്ക് വിക്കാവോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ ആ ഒരു ഏജ് റേഞ്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നിങ്ങളുടെ കുട്ടിക്ക് ഒരു സംസാരത്തിന് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പേരൻസ് വല്ലാതെ വറീഡ് ആവാറുണ്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പേരൻസിൻ്റെ ചോദ്യം. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ കുഞ്ഞിനെ തിരുത്താനോ അല്ലെങ്കിൽ കുഞ്ഞിനെ മാറ്റി പറയിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. കുഞ്ഞ് പറയുന്നത് മുഴുവൻ ക്ഷമയോടുകൂടി പറഞ്ഞു തീരുന്നത് വരെ മുഖത്തൊന്നും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുക. കുഞ്ഞ് ചോദിച്ചതിന് മറുപടി പറയാന്നുള്ളതാണ്. പിന്നെ കുഞ്ഞിൻ്റെ ചില കുട്ടികളുടെ സംസാരത്തിൻ്റെ സ്പീഡ് കൂടുന്നത് കൊണ്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് പോലെ സ്പീഡിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ഡിസ്ഫ്ലുവൻസി കണ്ടുവരാറുള്ളത്. അപ്പോൾ കുഞ്ഞിനോട് സംസാരിക്കുന്ന സമയത്ത് വളരെ പതുക്കെ മാത്രം സംസാരിക്കുക. നമ്മളുടെ സ്പീഡിനെ തന്നെ കൺട്രോൾ ചെയ്യുക. അതായത് കുഞ്ഞിനോട് പതുക്കെ സംസാരിക്കുക എന്ന് ആവശ്യപ്പെടുന്നതിന് പകരം നിങ്ങളുടെ സംസാരത്തിന് തന്നെ വേഗത കുറച്ച് പതുക്കെ സംസാരിച്ച് ശീലിക്കുക. കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നത് വളരെ കട്ടിയുള്ള വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ കൂട്ടി പറയുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയണം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിമാൻഡ് ഉണ്ടല്ലോ, അത് കൂട്ടാതിരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് കുട്ടീൻ്റെ അടുത്ത് ഉപയോഗിക്കുക. ഒരുപാട് അതിൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അവ്യക്തതകൾ അതിൻ്റെ സംസാരത്തിൽ ഉണ്ടാവുന്നുള്ളത് വളരെ കൃത്യമായിട്ട് പേരൻറ്റ് മനസ്സിലാക്കുക. 2.5 വയസ്സുള്ള കുട്ടികളുടെ സംസാരം എന്ന് പറയുമ്പോൾ മുതിർന്നവരെ പോലെ എല്ലാ അക്ഷരങ്ങളും ക്ലിയർ ആയിരിക്കില്ല. ചില അക്ഷരങ്ങൾ അവർക്ക് കിട്ടില്ല, ചില അക്ഷരങ്ങൾ അവർ തിരിച്ചു പറയും. അതൊക്കെ വളരെ നോർമലായിട്ട് കണ്ടുവരുന്നതാണ്. കാരണം അവർ സംസാരം പഠിക്കുന്ന പ്രായമാണല്ലോ. അപ്പോൾ അതൊക്കെ അംഗീകരിച്ച് അവരുടെ സംസാരത്തെ എപ്പോഴും അപ്രിഷിയേറ്റ് പറഞ്ഞു. 25% കുട്ടികളിൽ ഇത് വിക്കായിട്ട് മാറാറുണ്ടെന്നുള്ളത്. പക്ഷെ അതിന് ആ കുട്ടികളുടെ ഫാമിലിയിൽ ഒരു വിക്കിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവണം. ആ ഒരു വിക്കിൻ്റെ ഹിസ്റ്ററി ഉള്ള കുട്ടികളിലാണ് മിക്കവാറും അത് വിക്കായിട്ട് പിന്നീട് മാറി വരുന്നത്, പാരമ്പര്യമായിട്ടുള്ളത് കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ഫ്ലുവൻസി അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് 6 മാസത്തിലും കൂടുതൽ നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് തിരിച്ചു വരിക. അതേപോലെ തന്നെ എല്ലാ പദങ്ങളുടെയും എല്ലാ വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരം മാത്രം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് വീണ്ടും വിക്കായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഞാൻ ഈ പറഞ്ഞതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇനിയിപ്പോൾ പാരമ്പര്യമായിട്ട് വിക്കുള്ള ഒരു ഫാമിലിയിലെ കുട്ടിയിലാണ്, ഒരു 2-2.5 വയസ്സുള്ള കുട്ടിയിലാണ് ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നതെങ്കിൽ പോലും അതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേരൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സഹകരണമാണ്. അതായത് പേരൻ്റ് അതിനെപ്പറ്റി വല്ലാതെ കൺസേൺ ആവുകയും ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെയല്ലല്ലോ, അവർ പറയുന്നത് നോക്കൂ, മാറ്റി പറയൂ, വ്യക്തമാക്കി പറയൂ, കൃത്യമായി പറയൂ, ഇങ്ങനെയൊക്കെ കുട്ടിയുടെ മേലെ കുട്ടിക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പേരൻറ്റിൻ്റെ ബിഹേവിയർ ചേഞ്ച് ആകുമ്പോഴാണ് അത് കൂടുതലായിട്ടും വിക്കായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഇവിടെ കാമാൻ വളരെ സംയമനത്തോടു കൂടി പെരുമാറേണ്ടത് പേരൻ്റാണ്. പേരൻറ്റും വീട്ടിലുള്ള ആൾക്കാരും കുട്ടിയെ പരമാവധി സപ്പോർട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. നോർമൽ നോൺ ഫ്ലുവൻസി ഉള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്സും അവർക്ക് പൊതുവേ ഉണ്ടാവില്ല. അതായത് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളൊരു വിചാരം അവർക്ക് ഉണ്ടാവില്ല. അവരതങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ചുറ്റുമുള്ള ആൾക്കാരുടെ മുഖം മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, പേരൻസ്, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കുട്ടിയുടെ മുന്നിൽ തന്നെ പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ അത് കോൺഷ്യസ്നെസ് വളർത്തിയെടുക്കുന്നത്. അതായത് എൻ്റെ സംസാരത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് കുഞ്ഞിനെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴൊക്കെയാണ് അതൊരു പ്രശ്നം
പ്രശ്നത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിനെയല്ല, പേരൻസിനെയാണ്. പൊതുവേ ഈ ഒരു പ്രശ്നത്തിന് 4 വയസ്സ് വരെ സ്പീച്ച് തെറപ്പിയുടെ ആവശ്യമില്ല. തീവ്രത കൂടി വരികയാണെങ്കിൽ മാത്രം ഒരു സ്പീച്ച് തെറപ്പി കൺസൾട്ടേഷനെ പറ്റി ആലോചിച്ചാൽ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.